ഓം ശാന്തി. ഒരു വളരെ മോഡേൺ ആയൊരു സിറ്റിയിൽ ഒരു വലിയൊരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ, ഒരാളാണ് ആരവും, മറ്റേയാൾ വീറും. ആരവെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിശാലി, എല്ലാത്തിലും ഭയങ്കര കോൺഫിഡൻസ്. അതോടൊപ്പം മറ്റുള്ള കുട്ടികളൽപ്പം ഒരു നീരസം. എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയ കഴിവുള്ളവനാണ്, എന്നെ കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളൂ, എൻ്റെ അത്ര ആരും വരില്ല എന്നൊരു ഫീലിങ്സ് മനസ്സിൽ വെച്ചിരുന്നു. ബാക്കി എല്ലാത്തിലും ഒക്കെ അവൻ പോസിറ്റീവാണ്. ഈ ഒരു വിഷയത്തിൽ പഠനത്തിലും പ്രൊജക്റ്റുകളിലും എൻ്റെ ടാലന്റിനെ മറികടക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല, ഞാനാണ് കോളേജ് ടോപ്പർ എന്നൊക്കെ ധരിച്ചിരുന്നു. വീർ നേരെ തിരിച്ചാണ്. അവൻ അത്ര വലിയ സ്പീഡൊന്നും ഇല്ല, ഒരു മിതമായൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്ന ആരോ വീരിനെ കുറിച്ച് പറയുന്നത്, വലിയ കഴമ്പില്ലാത്തൊരു വ്യക്തിയാണ്, വലിയ കാര്യമൊന്നുമില്ല. കോളേജിലെ ഒരു സീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നു, ഒരു സീറ്റ് കാലിയാകാതെ കിടക്കുന്നു. ആ ഒരു മനോഭാവത്തിലാണ് വീരിനെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കോളേജ് ടോപ്പായിട്ട് ആരവിനെയും ഏറ്റവും ലോ ആയിട്ട് വീരും കൺസിഡർ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം കോളേജിൽ പ്രൊഫസർ ഒരു വലിയൊരു പ്രോജക്റ്റ്, ഒരു ഇന്നോവേഷൻ കോമ്പറ്റീഷൻ നടത്താൻ തയ്യാറായി. അപ്പോൾ എല്ലാ വർഷവും പ്രോജക്റ്റുകൾ നടക്കുമ്പോൾ ആരവാണ് ആ പ്രോജക്റ്റ് എല്ലാം നല്ല കോൺഫിഡൻറ്റോടുകൂടി ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ തന്നെയായിരിക്കും വിന്നർ, ഇതിൽ ഞാൻ വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം ആരവിനുണ്ട്. അതിന് ഭയങ്കര അധികം തൻ്റെ എന്താ പറയുക, തൻ്റെ കഴിവിലും തൻ്റെ ബുദ്ധിയിലും ഒക്കെ അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ ആരവിന്. പക്ഷേ വീരിനെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചോ, എൻ്റെ അത്ര ഇന്നാകാൻ ഇവനെ കൊണ്ട് സാധിക്കും, ഭയങ്കര വീക്കാണ്, അങ്ങനെ കരുതിയിട്ട് പറയും, ഓ വീർ, നിന്നെ എന്തിനു കൊള്ളാം, വെറുതെ ഒരു കോളേജിന്റെ സീറ്റ് ഫില്ല് ചെയ്യാം, എനിക്കെതിരായിട്ടോ എന്നേക്കാൾ ഉപരിയായിട്ടോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, എന്നോട് മത്സരിക്കാൻ നിനക്ക് സാധിക്കും. ഇങ്ങനെ ആരവിങ്ങനെ നമ്മുടെ വീരിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. ചിലപ്പോൾ തമാശക്ക് പറയുന്നതായിരിക്കാം, വീർ കുറച്ച് അരോഗൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഈ പ്രാവശ്യം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രൊഫസർ ഒരു പുതിയ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ പെയർ ആയിട്ട് വേണം ചെയ്യാൻ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും ഈ അസൈൻമെന്റ് പ്രൊജക്റ്റും ചെയ്യണ്ട, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുക. ആ ഗ്രൂപ്പ് തിരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ആരവിന്റെ ഗ്രൂപ്പിലാണ് വീര് പെട്ടത്. വേറെ മാർഗമില്ല, താൻ ആരെയാണോ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചിരുന്ന ആ വീരിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ആ ആരവിന്റെ കൂടെ തന്നെ വീരിന് പങ്കെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ വേണം ആ പ്രോജക്റ്റ് ചെയ്യാൻ. ഗ്രൂപ്പ് തിരിച്ചപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ആരോ വിചാരിച്ചു, ഇവന്റെ കൂടെ വേണം ഞാൻ ഇതൊക്കെ ചെയ്യാൻ, ഞാൻ എന്ത് ചെയ്യാനാ, ഇവൻ എന്ത് ചെയ്യാനാ. ഉടനെ ആരോ പറഞ്ഞു, വീർ നീ ഒന്നും ചെയ്യണ്ട, എൻ്റെ കൂടെ അങ്ങ് നിന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അർത്ഥം നിനക്കുള്ള കഴിവൊന്നും ഇല്ല, പിന്നെ ഗ്രൂപ്പ് തിരിച്ചപ്പോൾ നീ എൻ്റെ ഗ്രൂപ്പ് പെട്ടുപോയി, എന്ത് ചെയ്യാനാ, എൻ്റെ വിധി, നീ ഒന്നും ചെയ്യേണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കൂടെ ഇരുത്തി, ഒന്നും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. കാര്യം ക്രെഡിറ്റ് മൊത്തം എനിക്ക് വേണമല്ലോ. അപ്പോ പതുക്കെ പതുക്കെ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേക്ക് ഒരു അടുപ്പം ഉണ്ടാകുമല്ലോ. രണ്ടുപേരും ഒന്നിച്ച് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആരവ് കണ്ടു, ചില സ്പെഷ്യാലിറ്റി നമ്മുടെ വീട്ടിലുണ്ട്. അവൻ്റെ ഓരോ രീതികള്, അവൻ്റെ ശാന്തമായ ആ ഇരിപ്പ്, എല്ലാം പറഞ്ഞാലും ക്ഷമിക്കാനുള്ള കഴിവ്. അപ്പം ഒരു യുണീക്ക് അപ്രോച്ചായി മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു വ്യക്തിത്വം ഈ വീട്ടിലുണ്ടെന്ന്
ആരവ് ശ്രദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് അത്രയും ദിവസം വീരിനെ കുറിച്ച് ആരവിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറാൻ തുടങ്ങി. മനസ്സിന് ഡയറക്ഷൻ ചേഞ്ച് ആയി. ഒരു ദിവസം വീര് ആരവിനോട് പറഞ്ഞു, ബ്രദർ, എനിക്ക് അധികമൊന്നും അറിയില്ല, പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഓരോ വ്യക്തികൾക്കും ഒരു സംതിങ് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കഴിവില്ലാത്തവരും ഒരു ഗുണമില്ലാത്തവരുമായിട്ട് ലോകത്ത് ആരുമില്ല. എന്തെങ്കിലൊക്കെ ഗുണങ്ങൾ ആരില്ലെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു വ്യക്തിത്വത്തെ കാണാനൊരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. ഇത് കേട്ടപ്പോൾ ആരോ പെട്ടെന്ന് ശബ്ദനായി. ആദ്യമായിട്ടാണ് ഒരാളുടെ സംസാരിക്കുമ്പോൾ ആരോ നിശബ്ദമായിരുന്നു കേൾക്കുന്നത്. അപ്പോൾ ആരോ ചിന്തിച്ചു, ശരിയാണല്ലോ, മറ്റുള്ളവരിലെ നന്മകളെ, സ്പെഷ്യാലിറ്റീസിനെ, ക്വാളിറ്റീസിനെ കാണാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും എന്നിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ നോക്കിയിട്ടേ ഇല്ല. സോറി ബ്രദർ. അവിടെ തന്നെ നമ്മുടെ വീടിനോട് മാപ്പ് പറയുകയാണ്. ഞാൻ ഇന്നേ വരെ നീ ഇന്നെ ഒരു കുറവുള്ളവനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിന്നിലുള്ള ടാലന്റ് എത്ര നല്ല പാർട്ട്ണറാണ്. എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ടാലന്റായ പാർട്ട്ണറാണ് നീയുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്രോജക്റ്റ് ഏക മനസ്സോടുകൂടി, ഒരേ മനസ്സോടുകൂടി ചെയ്യുകയും ആ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം ആ ടീമിന്, അത് ആരവ് വീർ ടീമിനായിരുന്നു ആ സമയത്ത് ടീം വർക്കിനുള്ള അവാർഡ് ലഭിച്ചത്. സോഷ്യൽ ഇമ്പാക്ട് ഇന്നോവേഷൻ ട്രോഫി അവർക്ക് കോളേജിന് നേടിക്കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ആരവ് ഇതിൽ നിന്ന് മനസ്സിലായി, അഹങ്കാരവും വെറുപ്പും, അല്ലെ, മറ്റുള്ളവരോടുള്ള വെറുപ്പും പിന്നെ തൻ്റെ അഹങ്കാരവും ഇത് നമ്മളെ അന്ധനാക്കി മാറ്റും. നമ്മുടെ ജീവിത മാർഗത്തിൽ ഇരുൾ നിറയ്ക്കും. എപ്പോഴാണോ നമ്മൾ ക്ഷമയുള്ളവരാകുന്നത്, സഹിക്കാൻ കഴിയുന്നത്, അപ്പോൾ നമ്മുടെ വിഷൻ ക്ലിയർ ആകും. നമ്മൾ ഏത് കാര്യം ചെയ്താലും അവിടെയൊക്കെ വിജയം കൈവരിക്കാനും കഴിയും. അതുകൊണ്ട് ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഡു നോട്ട് ജഡ്ജ് സംവൺ ബേസ്ഡ് ഓൺ ദെയർ മാനേഴ്സ് ഇന്റലിജൻസ്. പുറമേ കാണുന്ന അവിടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. പിന്നെ അടുത്തത് ബി കമ്പാഷനേറ്റ്. എത്രത്തോളം നമുക്ക് ക്ഷമയുടെ സ്വരൂപമായി മാറാൻ സാധിക്കും, രഹംദില്ലാകാൻ സാധിക്കും, അത്രയും ആകുക. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ കുറവുകൾ എന്താണോ, അവരെന്താണ്, അവരാരാണ്, അവരെങ്ങനെയാണ്, അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ പെർസ്പെക്റ്റീവ്സ് ടുവർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരുടെ നമ്മുടെ മനോഭാവത്തെ ചേഞ്ച് ആക്കുക. ലെറ്റ് ഗോ ഫോർ അറോഗൻസ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഈഗോ ഉണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ ഇല്ലാണ്ടാക്കും. അപ്പൊ ഈ സമയത്ത് ഭഗവാൻ നമുക്ക് നൽകുന്നൊരു വരദാനമാണ് അഹം വാഹം എന്നതിനെ പൂർണ്ണമായിട്ടും ത്യാഗം ചെയ്യണം. എന്നിട്ട് നീ മുഴുവൻ വിശ്വത്തെക്കുറിച്ചും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു പോസിറ്റീവ് തിങ്കറായി മാറിയിട്ട് നല്ലൊരു സേവാധാരിയായിട്ട് മാറും. അപ്പൊ അതിനായിട്ടുള്ള ചില മോട്ടിവേഷണൽ ടിപ്സ് ആണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? അവോയ്ഡിങ് ഈഗോ ഓഫ് ഐ ആം എവരിതിങ്. ഞാൻ തന്നെയാണെല്ലാം എന്നുള്ള ഭാവത്തെ ഉപേക്ഷിക്കുക. രണ്ട്, ഡ്രോപ്പ് ദ ഇല്യൂഷൻ ദേ കാൻ ചേഞ്ച്. അവരൊരിക്കലും ശരിയാകില്ല, നന്നാകാൻ പോകുന്നില്ല, അങ്ങനെയുള്ള വിചാരത്തെ ഒഴിവാക്കുക. പിന്നെ മൂന്നാമത്, ഹാവ് ദ കറേജ് ടു ഫോർഗീവ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. പിന്നെ അടുത്തത്, ബി ലവിങ് ആൻഡ് ലവ്ഫുൾ. ലോഫുള്ളുമായിരിക്കണം, അതേസമയം ലവിങ്ങും ആയിരിക്കണം. അടുത്തത്, റെസ്പെക്ട് എവരി സോൾ. എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. പിന്നെ പേഷ്യൻസ് ഈസ് കീ ടു സക്സസ് ഇൻ സർവീസ്. ഏതൊരു സേവനത്തിലും വിജയത്തിന്റെ ആധാരം, കീ എന്ന് പറയുന്നത് നമ്മുടെ സമാധാനമാണ്, നമ്മുടെ സഹനശക്തിയാണ്. അങ്ങനെ ലെറ്റിംഗ് ഗോ ഓഫ് ഈഗോ ആൻഡ് ഇല്യൂഷൻ ആൻഡ് അഡോപ്റ്റിംഗ് കമ്പാഷൻ, ദാറ്റ് ഇസ് ദ പാസ് ടു ട്രൂ ലീഡർഷിപ്പ്. ഇപ്പൊ ശരിയായുള്ള ലീഡർഷിപ്പിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈഗോ, നമ്മുടെ ഇല്യൂഷൻ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദയാഹൃദയം, കരുണാഹൃദയത്തെ സ്വായത്തമാക്കും. നമ്മുടെ ജീവിതത്തിലും
പേഴ്സണൽ ലൈഫിലും ഒഫീഷ്യൽ ലൈഫിലും ഒക്കെ നമ്മൾ ഭഗവാൻ നമുക്ക് നൽകുന്ന ഈ ഒരു വരദാനത്തെ കൂടെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകൂ. നമുക്കെപ്പോഴും സർവരുടെയും ഹിതകാരി ഹിതർഷിയായിട്ടിരിക്കാൻ സാധിക്കും. സ്വയം ഭഗവാൻ ഏതുപോലെ മുഴുവൻ വിശ്വത്തെ പ്രതി മംഗളകാരിയായിരിക്കുന്നോ അതുപോലെ നമ്മുടെ ഉള്ളിലും ആ മംഗളഭാവത്തെ വളർത്തി സർവർക്കും പ്രിയപ്പെട്ടവരായി നമ്മുടെ കർമ്മമണ്ഡലത്തിൽ സക്സസ്ഫുള്ളായി മുൻപോട്ട് പോകാൻ ഈ ഒരു വരദാനം നമ്മളെ സഹായിക്കും. ഓം ശാന്തി.